AICC യോഗം ചേർന്നു. ഞങ്ങൾ എല്ലാ പ്രക്രിയയും വളരെ പെട്ടെന്ന് തന്നെയാണ് നടത്തിയതെന്നാണ് അജയ് മാക്കൻ പറഞ്ഞത്. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദീപാദാസ് മുൻഷിയും AICC പ്രസിഡന്റിന് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് നൽകി. ഇനി തീരുമാനം ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. എപ്പോൾ, എന്ത് തീരുമാനം? Sir, please. Sir, have you completed the process or submitted the report? Please. Please be quiet. On 4th the election results were declared. Camera. Mic नीचे करो. Sir, easy. Sir, mic तो लगाइए. Sir, please करो. मेरी LCD पे हो गया. The election announced. On 4th the election results were announced. വസതിയിൽ നടക്കുന്നത് നേതാക്കൾ നടത്തിയ പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഉണ്ട്. നേതാക്കൾ കാര്യമായി ആര് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടില്ല. നമുക്ക് അവരുടെ വാക്കുകൾ പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. B. ബാലഗോപാലുണ്ട്, വിഷ്ണു അവിടെയുണ്ട്. വിഷ്ണു, കോൺഗ്രസ് എന്നൊരു തീരുമാനമെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അജയ് മാക്കനും മുകുൾ വാസ്നിക്കും എന്തൊക്കെ പറഞ്ഞു? സംസാരിച്ച ശേഷം അജയ് മാക്കനും മുകുൾ വാസ്നിക്കും മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇതുവരെ. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ സാഹചര്യം ബോധ്യപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇരു നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. MLA മാരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. MLA മാരുമായി സംസാരിച്ചതിന് ശേഷമാണ് തങ്ങൾ അത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഒറ്റ വരിയിലുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ റെസൊല്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനവും ഉണ്ടാവുക. എന്തായാലും ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്ക് ഇന്നലെ മാധ്യമങ്ങൾ പകർത്തിയ ചിത്രം, ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട ചിത്രം അതല്ല കൃത്യമായ പട്ടിക എന്നാണ് മുകുൾ വാസ്നിക്ക് പറഞ്ഞിട്ടുള്ളത്. ആ നൽകിയിട്ടുള്ള പട്ടിക കൃത്യമല്ല, അല്ലെങ്കിൽ ആ പട്ടികയുടെ അടിസ്ഥാനപ്പെടുത്തിയല്ല MLA മാരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പാർട്ടി നേതാക്കളുമായും അതോടൊപ്പം തന്നെ MLA മാരുമായും അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷി നേതാക്കളുമായും എല്ലാം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചകൾക്കൊടുവിലുള്ള ഒരു ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ തീർച്ചയായും നാളത്തെയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടിയോ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോഴത്തെ ഈ യോഗത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള പേര്, അത് തീർച്ചയായും മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഈ ഒറ്റവരി റെസൊല്യൂഷനിൽ എന്തായിരിക്കും ഈ നിരീക്ഷകർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ച് എന്തായാലും ഒരു വാർത്താക്കുറിപ്പിലൂടെ ആയിരിക്കും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും KCയോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ ആർക്കായിരിക്കും ആ നറുക്ക് വീണിട്ടുള്ളത് എന്നത് സംബന്ധിച്ചായിരിക്കും എന്തായാലും ഇനിയുള്ള നിർണായക മണിക്കൂറുകളിൽ നമുക്കറിയാനുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഇന്നിപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗം തന്നെയാണ്. ആ യോഗത്തിന് ശേഷം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിലും മറുപടി നൽകിയതിനു ശേഷമാണ് നിരീക്ഷകർ മടങ്ങിയിട്ടുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുന്നു.